ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില അഗ്രഗേറ്റ് ഇക്വേഷൻസ് ആണ് കേട്ടോ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രഗേറ്റ്സ്. ആദ്യം നമുക്ക് ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടേം പരിചയപ്പെടാം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDP-MP എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്ഷരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോസ് മാർക്കറ്റ് വാല്യൂ ഓഫ്, അത് ഗ്രോസ് മാർക്കറ്റ് വാല്യൂ ആണ്. GDP എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഗ്രോസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ് കേട്ടോ. ഒരു രാജ്യത്തിനുള്ളിൽ മാത്രമാണ്, വിദേശത്തു നിന്നുള്ള വരുമാനം അവർ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഓർക്കണം. ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year, ഒരു വർഷത്തിൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗ്രോസ് എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം G എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിപ്രീസിയേഷൻ ഉൾപ്പെടുമ്പോഴാണ് അത് ഗ്രോസ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ഗ്രോസ് മാറി നെറ്റ് ആവും കേട്ടോ, അത് ആലോചിക്കുക. അപ്പം ഗ്രോസ് എന്നത് അത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ ആണ്. രണ്ടാമത്തെ ഡി എന്ന് പറയുന്ന അക്ഷരം ഡൊമസ്റ്റിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി, രാജ്യത്തിനുള്ളിൽ മാത്രം. ഓക്കെ, അതിൽ വിദേശത്തുനിന്നുള്ള നെറ്റ് ഫാക്ടറി ഇൻകം ഒന്നും ആഡ് ചെയ്യുന്നില്ല, അത് അടുത്ത വരും സ്ലൈഡുകളിൽ പറയാം. അടുത്ത പ്രൊഡക്റ്റ് P എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഓൺലി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രോസസ്ഡ് ഗുഡ്സ്, സെമി പ്രോസസ്ഡ് ഗുഡ്സ്, അതായത് നമ്മളെ റോ മെറ്റീരിയൽ അതൊന്നും എടുക്കുന്നില്ല, ഫൈനൽ ഗുഡ്സ് മാത്രമാണ് ഈ P എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി MP മാർക്കറ്റ് പ്രൈസ്, അത് സൂചിപ്പിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അതിൽ ഉൾപ്പെടുന്നു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. ഇനി അടുത്ത് നമുക്ക് ഓരോ അഗ്രഗേറ്റ്സ് ആയിട്ട് പരിശോധിക്കാം. അതായത് ആദ്യത്തെ ഞാൻ അഗ്രഗേറ്റ് ആയിട്ട് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ്, GDP-FC ആണ്. ആ MP മാറി FC ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോസ് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. മാർക്കറ്റ് വാല്യൂ അല്ല കേട്ടോ, ഗ്രോസ് മണി വാല്യൂ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും: GDP-FC ഈസ് ഈക്വൽ ടു GDP-MPയിൽ നിന്ന് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ, അതായത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ് ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അത് കുറയ്ക്കുമ്പോഴത്തേക്ക് എന്താ നമുക്ക് കിട്ടും? GDP-FC കിട്ടും. അടുത്ത് നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് വീണ്ടും അക്ഷരങ്ങൾ മാറുന്ന ശ്രദ്ധിക്കുക കേട്ടോ. അത് NDP-MP ആവും. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു നെറ്റ് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ഗ്രോസ് മാർക്കറ്റ് വാല്യൂ മാറി നെറ്റ് മാർക്കറ്റ് വാല്യൂ ആയി. ഓക്കെ, ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അതായത് നമ്മുടെ GDP-MPയിൽ നിന്ന്, അത് NDP-MP ഈസ് ഈക്വൽ ടു GDP-MP മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മാത്രം ഒഴിവാക്കുമ്പോഴത്തേക്ക് G മാറി അവിടെ N ആകുന്നു. അടുത്ത അഗ്രഗേറ്റ് ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ്, NDP-FC എന്ന് പറയും. ഇതിന് വേറൊരു പേര്, NDP-FCക്ക് വേറൊരു പേരാണ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു നെറ്റ് മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. അതായത് നെറ്റ് വാല്യൂ ആണെന്ന് ആലോചിക്കുക, മണി വാല്യൂ ആണ്. അപ്പം അതിന് ഏതൊക്കെ മാറുമെന്ന് നോക്കാം. അതായത് NDP-FC ഈസ് ഈക്വൽ ടു നമ്മുടെ GDP-MPയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഏതൊക്കെയാണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും ഡിപ്രീസിയേഷനും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് MP മാറി FC ആവുന്നു, ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ G മാറി N ആവുന്നു. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇത് കിട്ടുന്നത്. അടുത്ത അഗ്രഗേറ്റ് നോക്കാം. നമ്മൾ നാഷണൽ ലെവലിലേക്ക് വരികയാണ്. ഡൊമസ്റ്റിക് മാറി നാഷണൽ ലെവലിലേക്ക് വരണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, GNP-MP ആവും. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പം ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ്. അതാണ് അതിൻ്റെ കീവേഡ്, നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. അതായത് വിദേശത്തു നിന്നുള്ള ആൾക്കാരുടെ വരുമാനവും കൂടെ ഇതിൽ ചേരുമ്പോഴാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? GNP-MP ഈസ് ഈക്വൽ ടു നമ്മുടെ GDP-MP പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ഇതിൻ്റെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ടു അബ്രോഡാണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് കൂട്ടുമ്പോഴത്തേക്ക് GDP-MPയുടെ കൂടെ ഇത് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് GNP-MP കിട്ടുന്നു. അടുത്തത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ്, GNP-FC എന്താണെന്ന് നോക്കാം. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോസ് മണി വാല്യൂ, അവിടെ ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് ഗ്രോസ് മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ്. അതായത് നോർമൽ റെസിഡൻസ്, അതായത് വിദേശത്തുള്ള ഒരാൾക്കാരുടെ ഉൾപ്പെടുത്തുമ്പോൾ നോർമൽ റെസിഡൻസ് വരുന്നത്. അപ്പം അതാണ് അവിടെ രണ്ടാമത്തെ ലെറ്റർ N സൂചിപ്പിക്കുന്നത്, ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. ഓക്കെ, അപ്പം GNP-FC ഈസ് ഈക്വൽ ടു GNP-MP. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ GNP-MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടെ കുറയ്ക്കുമ്പോഴത്തേക്ക് ആ MP മാറി FC ആവും. അപ്പോൾ എന്ത് കിട്ടുന്നു? GNP-FC കിട്ടുന്നു. ഓക്കെ,
അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് NNP എന്താണെന്ന് നോക്കാം. അതായത് ഇറ്റ് റെഫേഴ്സ് ടു നെറ്റ് വാല്യൂ ഓഫ്, അവിടെ ഡിപ്രീസിയേഷനൊക്കെ പോയി, നെറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year ആണ്. അപ്പോൾ NNP കിട്ടണമെന്നുണ്ടെങ്കിൽ GNP/MP നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് NNP/MP കിട്ടുന്നത്. അതായത് ആദ്യത്തെ G മാറി N ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ്, NNPFC, ഇതിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, NNPFC. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു നെറ്റ് മണി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year എന്ന് വരും. ഓക്കെ, അപ്പോൾ NNPFC കാണുന്നത് NNPFC ഈസ് ഈക്വൽ ടു GNP/MP നിന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. GNP/MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുന്നു, മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അപ്പോഴത്തേക്ക് MP മാറി FC ആവുന്നു. പിന്നെ ഒന്നും കൂടെ മൈനസ് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ഡിപ്രീസിയേഷൻ, അപ്പോഴത്തേക്ക് ആദ്യത്തെ G മാറി N ആയിട്ട് മാറുന്നു. അപ്പം NNPFC എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.